Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. Shining star of Jesus. കൂകിപ്പാടും ഒരു ആലിപ്പെണ്ണേ, തത്തി തത്തി പാറി നടക്കും തത്തമ്മ പെണ്ണേ, കുറുകുറുകിപ്പാടും കാക്കച്ചിയമ്മേ, തുരുതുറവെയ്യുന്ന മഴയിൽ പാടി ആടിവാ. Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. The shining star of Jesus. Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. Shining star of Jesus. Johnny. അങ്ങനെയിരിക്കെ എല്ലാ കുട്ടികളെയും ടെൻഷൻ അടിപ്പിച്ചുകൊണ്ട് ഒരു പരീക്ഷക്കാലം കൂടെ ആഗതമായി. പുറത്ത് അന്തരീക്ഷത്തിന്റെ ചൂടും അകത്ത് പരീക്ഷ ചൂടും കൂടിയായപ്പോൾ കുട്ടികളുടെ മനസ്സ് ഏറുപടക്കം പോലെയായി. സ്കൂളിലും വീട്ടിലും ഒരേ ശബ്ദം മാത്രം ഉയർന്നു കേട്ടു. പോയിരുന്നു പഠിക്കലാർന്ന്. ടി വി ഓഫാക്കി പഠിക്ക്. ഇനി പരീക്ഷ കഴിഞ്ഞിട്ടേ ഈ വീട്ടിൽ ടി വി വെക്കൂ. ഉറക്കം തൂങ്ങാനല്ലാതെ എന്തിനു കൊള്ളാം? പോയി പഠിക്കടാ. രാത്രി കുറച്ച് ഭക്ഷണം കഴിച്ചാ മതി. ഉറക്കം വന്നാൽ പഠിത്തം നടക്കില്ല. ആ വീട്ടിലെ പിള്ളേരെ കണ്ടു പഠിക്കേ. അങ്ങനെ ഈ വീടുകളിലെ കുട്ടികളെല്ലാം തന്നെ പാതി ഉറങ്ങിയും ഉറങ്ങാതെയും ടെൻഷൻ അടിച്ചുറങ്ങാൻ പോയി കാണണം. ചന്ദ്രൻ മറയുന്നു, ലൈറ്റുകൾ അണയുന്നു. എന്റെ ജോണി, ഞാൻ ആ കാട്ടിലെ അരുവിയിൽ തലമുക്കി കിടന്നിട്ട് വരാം. കൂൾ ജോപ്പ, കൂൾ. ടെൻഷൻ വേണ്ട. നോ കളി, നോ ഉറക്കം. എല്ലാം സഹിക്കാം. ഉറക്കം വരാതിരിക്കാൻ ദേ ഇത്തിരി ഭക്ഷണം, പിന്നെ കാല് വെള്ളത്തിലിട്ടിരിക്കണം. ജോപ്പ, നമുക്ക് നന്നായി എൻജോയ് ചെയ്ത് പഠിച്ചാ മതി. അന്നേരം ടെൻഷൻ പോവും. ഇന്നലെ ഞാൻ ക്ലാസ്സിൽ എൻജോയ് ചെയ്ത് പഠിച്ചത് നീ അറിഞ്ഞോ? അതൊരു ഒന്നാം തരം പഠിത്തമായിരുന്നു. അത് ഓർക്കുമ്പോ ഒരു ഇത്. തലച്ചോറിന്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. ഓരോ ചോദ്യവും നമ്മൾ കടല തിന്നുന്ന ലാഘവത്തോടെ ചവച്ചിറക്കും. ജോപ്പൻ, ഭവാനൊന്ന് എഴുന്നേറ്റാലും. ഈശോ പൊക്കി. ജോപ്പ, തലച്ചോറിന്റെ ഒരു ഭാഗത്തിന്റെ പേര് പറ. ഓ, പേരിട്ടവനെ തല്ലണം. പറ. ഹിപ്പോ. ഹിപ്പോ. ഹിപ്പോപ്പൊട്ടാമസ്. ഹിപ്പോപ്പൊട്ടാമസ്. എന്റെ ജോപ്പ, നമിക്കുന്നു. മണ്ടാ. ഹൈപ്പോ തലാമസ്. ഓ, മാറിപ്പോയി. നീ എന്നതാ ക്ലാസ്സിലിരുന്ന് തിന്നുന്നത്? കടല. അതിന്റെ ഇംഗ്ലീഷ് എന്താ? ജാക്ക് ഫ്രൂട്ട്. ജോപ്പ, നമിക്കുന്നു. നിന്റെ ഷേപ്പല്ല ചോദിച്ചത്. ഹോ, മതി മതി. എന്നാലും ജോപ്പ, നീ ഈ ക്ലാസിന്റെ മാനം കെടുത്തും. ആ വാക്ക് ഇങ്ങനെ പ്രതിധ്വനിക്കുന്നു. ഏത് വാക്ക്? നീ ക്ലാസിന്റെ മാനം കെടുത്തും, വീടിന്റെ മാനം കെടുത്തും, ഇവരെല്ലാം കൂടി എന്റെ മാനം കെടുത്തും. നമുക്കൊരു തീരുമാനമെടുക്കണം. നമ്മൾ പഠിക്കേണ്ട സമയത്ത് പഠിക്കും, പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കും, കളിക്കേണ്ട സമയത്ത് കളിക്കും. പരീക്ഷ വന്നാലും പോയാലും നമ്മുടെ ശീലങ്ങൾ ഒരേപോലെ. ഓരോ ദിവസവും അന്നത്തെ പാഠം പഠിച്ചാ പരീക്ഷാകാലത്ത് അധികം പഠിക്കേണ്ടി വരില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ആരായി പോയേനെ? ആരോ ആയി പോയേനെ. ജോണി, നമുക്ക് അരുവിക്കരയിൽ പോവാം. പൊടിക്കളത്തെയൊക്കെ കണ്ടാ തല തണുക്കും. എന്നാൽ വാ പോവാം. അങ്ങനെയെങ്കിലും ജോപ്പന്റെ തല തണുക്കട്ടെ. വെള്ളം തണുപ്പാക്കുന്നു, തല ചൂടാക്കുന്നു. അത് തണുക്കട്ടെ, തണുക്കട്ടെ. ഈ പൊടിക്കളത്തിന്റെ ഓരോ ഇടപാടേ. ആണെങ്കിൽ ഈ കാട് എന്ത് രസമാ. ഇപ്പൊ ടെൻഷൻ കുറഞ്ഞു. മക്കളെ, പ്രകൃതി മനുഷ്യനെ സുഖപ്പെടുത്തുന്ന വലിയ മരുന്നാ. പഠിക്കുമ്പോ വീടിനകത്ത് മാത്രം ഇരുന്ന് പഠിക്കാതെ
പുറത്തിറങ്ങി മരത്തണലൊക്കെ ഇരുന്ന് പഠിക്കണം. അതാണ് അതിന്റെ ശരി. ഒരു കാര്യം ശ്രദ്ധിക്കണം, അങ്ങനെ ഇരിക്കുന്ന മരങ്ങളുടെ ശിഖരങ്ങൾ ഉണങ്ങിയതാണോ എന്ന് കൂടെ നോക്കണം, അല്ലെങ്കിൽ കാറ്റത്ത് തലയിൽ വീഴും. ഈ ആനയങ്കളുടെ ഒരു കാഞ്ഞ ബുദ്ധി. ബുദ്ധിയുടെ കാര്യത്തിൽ ഞാൻ MA ആണ്. മൈ ഗോഡ്, നിങ്ങൾ എങ്ങനെ ഇവിടെത്തി? പൊടിക്കളം ഇത്രയും പെട്ടെന്ന് കൂട്ടായോ? കുട്ടികളാണെങ്കിൽ എൻ്റെ വീക്ക്നെസ്സും. ഇവർ വല്ല ചക്കച്ചോളയും കൊടുത്ത് മയക്കി കാണും. അങ്ങനെ മയങ്ങാൻ ഞാൻ ജോപ്പനല്ല. ജോപ്പന്റെ തലച്ചോറിന്റെ ഒരു ഭാഗം ഹിപ്പോപ്പൊട്ടാമസ് ആണെന്ന് പിള്ളേര് പറഞ്ഞല്ലോ. ജലമേ ശരണം. ആട്ടെ, നിങ്ങൾ എങ്ങനെ പൊടിക്കളത്തിനെയും മിക്കുവിനെയും പരിചയപ്പെട്ടു? അത് ഞാൻ പറയാം. ഇവര് പരീക്ഷയോർത്ത് തലയ്ക്ക് തീ പിടിച്ച് നടക്കിയിരുന്നു. ഓ, വീട്ടിലിരുന്നാൽ പഠിക്ക് എന്നുള്ള ഒരു ഒറ്റ ശബ്ദമേ ഉള്ളൂ. അത് ശരിയാ. പാവം മാതാപിതാക്കൾ, അവരുടെ പ്രതീക്ഷ പൊളിയുമോ എന്ന ചിന്തയാ ഒച്ചൻ ചുമടെടുത്താ എന്നെ പഠിപ്പിക്കുന്നു. എന്തായാലും കുറച്ചു നേരം ചുറ്റി നടക്കണം. ഞാൻ കുറച്ച് പഴം എടുത്തിട്ടുണ്ട്. അതെ, ഞാൻ കേറി പറിച്ചോളാം. ഈ പൊടിക്കളം പറിച്ചാലേ മുഴുവനും കുലുക്കി നിലത്തിടും. എന്നാ ഞാൻ കുലുക്കാതെ മരത്തിൽ കയറി പറിക്കാം. പിള്ളേരുടെ മണം, വാഴപ്പഴത്തിന്റെ മണം. പൊടിക്കളം, കൺട്രോൾ യുവർ സെൽഫ്. ഈ കാട് എന്ത് രസാ, മൈൻഡ് ഫ്രീ ആയി. ഒന്ന് കേറിയാലോ കാട്ടില്? അമ്മേ, ആന ഓടിക്കോ! ഓടണ്ട, പേടിക്കണ്ട. ഐ ആം എ ഫ്രണ്ട് ഓഫ് ജോണി. പൊടിക്കളവങ്കൾ, മിക്കു, ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ തീർന്നെന്ന്. ജോണിയും ചോപ്പനും പറഞ്ഞിട്ടുണ്ട് കാട്ടിലെ വിശേഷങ്ങൾ. ഞങ്ങളെ കാട് കാണിക്കുവാ. കൊതിയം പൊടിക്കളം. വരൂ, വെറും 15 മിനിറ്റ് അരുവിക്കരയിൽ തല തണുപ്പിക്ക്, പിന്നെ വീട്ടിൽ പോയിക്കോണം. ഏറ്റു, ഇന്ന് നമ്മൾ തകർക്കും. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. നല്ല രസം. അടിച്ച് പൊളിക്ക്. എന്താ ക്ലീറ്റസ്, എന്തു പറ്റി? മുഖത്തൊരു സങ്കടം. പഠിച്ച് തലയോടെ ആപ്പീസ് ഊട്ടിക്കാണും. ഹാപ്പീസ് അല്ല, ഹിപ്പോപ്പൊട്ടാമസ്. ഇതേ, ഞാൻ പോയി ജലം ശരണം. ഓ, വീട്ടിൽ കയറ്റത്തില്ല. ഇന്ന് പണി കിട്ടി. നീ നല്ല കുരുത്തക്കേട് കാണിച്ചു കാണും. ഇല്ല, ഇന്ന് രാവിലെ ഒരു സംഭവം നടന്നു. എന്തോന്ന് പറയാം. രാവിലെ തുടങ്ങിക്കോളും. ഒരക്ഷരം പഠിക്കാതെ ചെവിക്ക് പിടിക്കുമേ. എത്ര പറഞ്ഞാലും നീ ശരിയാവില്ല. അയ്യോ അമ്മേ, വിട്, വേദനിക്കുന്നു. വകതിരിവ് വേണം. യജമാനന്റെ മകനെ കളിയാക്കുന്നോ? ആഹാ, എന്നെ തൊഴിച്ചോ? ആഹാ, എനിക്കിട്ട് കടിക്കാനായോ? പഠിക്കത്തുമില്ല, പണി ചെയ്യത്തുമില്ല. തുള്ളി വെള്ളം തരത്തില്ല ഞാൻ. മോനെ വാ, വീട്ടിൽ നിന്ന് തുള്ളി വെള്ളം കിട്ടില്ല. വാ, വന്ന് പുഴയിൽ ചാടി അല്പം വെള്ളം കുടിക്കാം. വേണ്ട ജോപ്പ, പാവം, ഒക്കെ ശരിയാകും. മനസ്സ് ഫ്രീ ആയി. അതാണ് നമുക്ക് ദൈവം പ്രകൃതിയിലൂടെ തരുന്ന മരുന്ന്. എല്ലാവരും ശ്രദ്ധിക്കുക. അടുത്തതായി കാടിന്റെ ഉപദേശം നൽകുന്നതിനായി കാട്ടുപൂക്കളെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, പരീക്ഷ നല്ലതാണ്. അതൊരു അളവുകോലാണ്. അറിവ് നാം അളക്കേണ്ടതുണ്ട്. അതിനെ പേടിക്കേണ്ട. സൂര്യനാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദു. അവന്റെ തൂടാണ് ഞങ്ങളുടെ ടെൻഷനും. പക്ഷേ ഇത് ഭൂമിയാണ്. അതിനാൽ ഇവയൊക്കെ സംഭവിക്കും. ടെൻഷൻ തോന്നുമ്പോൾ ഞങ്ങളെ കാണാൻ വാ, ഒക്കെ മാറും. പഴവുമായി വരണം.
പരീക്ഷ ടെൻഷനാണ്. അതിന്റെ ടെൻഷൻ മറ്റുള്ളവരിൽ തീർക്കരുത്. അതാണ് ക്ലീറ്റസിന് പറ്റിയത്. അതെ കൂട്ടുകാരെ, നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ നല്ല നിലയിൽ എത്തിച്ചേരാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. അതിനാൽ നമ്മൾ ജയിക്കണം. അവർക്ക് വേണ്ടിയല്ല. ഈ ഭൂമിയിൽ ഒറ്റ പ്രാവശ്യമേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. അതിനാൽ നമ്മൾ ജയിച്ചേ മതിയാവും. ദൈവം നമ്മളെ സഹായിക്കും. നമ്മൾ ദൈവത്തെ കൂട്ടുപിടിച്ച് പഠിക്കും. എന്നാൽ ഇതുറക്കെ പറഞ്ഞ് തിരികെ വിട്ടോ. ടെൻഷൻ ഞങ്ങൾക്ക് പുല്ലാണ്. ടെൻഷൻ ഞങ്ങൾക്ക്